ഗുളിക കാട്ടിക്ക. ഗുളിക കഴിഞ്ഞു, നാളെ ഗുളിക കേട്ടോ. സാഫിനെ വിളിച്ചാ. ഫാസിലാ ഫാസിലാ ഗുളിക കഴിഞ്ഞു. ഇതാ ലാസ്റ്റ് ഉണ്ടായിരുന്നാണ് ഇപ്പം ഇത്. സാഫിനെ വിളിച്ചിട്ടേ ഗുളിക കൊണ്ടുവരാൻ പറയിട്ടാ. ഗുളിക കഴിഞ്ഞു കൊടുത്തേ. നമ്മളെ ഗുളിക മേടിക്കാൻ 3000 റുപ്യ ഗുളികക്ക്. എൻ്റെ അടുത്ത് പണിക്ക് പോയിട്ട് 3-4 മാസമായി. പൈസ വേണ്ടേ? നിങ്ങളെന്നെ പോയി പറഞ്ഞോളൂ. മരുന്ന് കഴിഞ്ഞു. ഗുളിക ലാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നപ്പോ നാളെ കഴിക്കാൻ മരുന്നില്ല കേട്ടോ. അടുക്കളയിൽ സാധനം ഇല്ല. ഞാനേ പണിക്ക് പോയിട്ട് 3 മാസമായി, പണിയില്ല. അനക്ക് എന്ന് നോക്കിയാലും പണിയില്ല എന്നെല്ലാവരും എല്ലാവർക്കും തന്നെ എൻ്റെ ഉള്ളൂ. എൻ്റെ പോലെ പിന്നെ മൂത്ത മകൻ റാഫി അവൻ വന്നു 500 ഉറുപ്പ്യ തന്നു, ഡ്രസ്സും കൊടുന്നു തന്നു, കണ്ണി കണ്ട സാധനം കൊടുന്നു. എന്നും ഈ അല്ലിലെ അവസ്ഥ. ഇതിപ്പോൾ ഈ കുടുംബത്തിൽ എന്തെങ്കിലും മേടിച്ചിക്കണോ? ഞാൻ ഈ കുടുംബത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും ചെറിയ മക്കൾക്ക് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് മാസം ഗുളിക, ഇവിടെ അരിയില്ല, പഞ്ചസാരല്ല, ചായപ്പൊടിയില്ല, നിങ്ങൾ നോക്കണം ഉമ്മാടെ ഗുളിക, ഇവിടെ കുടുംബത്തെ ഇതൊക്കെ നോക്കിയിട്ടും ഈ കൊല്ലത്തിലൊരു മൂത്ത മകൻ റാഫി വരും. അവർ 500 റുപ്യ ഒരു എന്തെങ്കിലും ഒരു 4 മുറുക്ക് എന്തെങ്കിലും തരും. അത് എന്നും കൊല്ലം പറയണ്ടാവും. ഈ എന്നും ഈ ചെറിയ മക്കളുടെ അവസ്ഥ തന്നെയാണ്. അവസാനം എത്ര നോക്കിയാലും നന്ദിയില്ലാത്ത വാക്കന്നെ നിങ്ങൾ എന്നും കിട്ടുള്ളൂ. വെള്ളം നിറച്ച് കിട്ടില്ല. എന്തേ ഇനി മുണ്ടായ ഭാഗത്ത് കിടന്ന് നോക്കോളൂ.